രുദ്രാക്ഷം. രചന അവതരണം മിത്രവിന്ദ. രാവിലെ അർജുൻ ഉണർന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ചിമ്മൂനെയാണ് അർജുൻ നോക്കിക്കണ്ടത്. ശോ, പാവം, ഇപ്പോഴൊന്നും വേണ്ടായിരുന്നില്ല. ആക്രാന്തം ലേശം കൂടിപ്പോയിന്ന് തോന്നുന്നു. അർജുന് തന്നോട് തന്നെ ഒരു മതിപ്പില്ലാത്ത പോലെ തോന്നി. പാവത്തിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ പോലും തനിക്ക് കഴിഞ്ഞില്ലല്ലോ. പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ല താനും. ശോ, കുറച്ചുകൂടെ കഴിഞ്ഞു മതിയായിരുന്നു. അവൻ ചെരിഞ്ഞു വന്നിട്ട് ചിമ്മൂനെ നോക്കി ഇത്തിരി നേരം കിടന്നു. അവളോട് കുറുമ്പും കുസൃതിയും ഓർക്കുമ്പോൾ അവന് വീണ്ടും അവളോട് പ്രണയം തുളുമ്പി താനും. അർജുൻ തൻ്റെ വലങ്കൈ കൊണ്ട് പെണ്ണിൻ്റെ നെറുകയിലും നെറ്റിയിലും തലോടി. അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിച്ചുരുളുകൾ അവൻ മാടിയൊതുക്കി വെച്ചുകൊണ്ട് പെണ്ണിനെ വീണ്ടും വീണ്ടും നോക്കിക്കിടന്നു. കഴുത്തറ്റം വരെ മൂടി പുതച്ച് കിടക്കുവാണവൾ, അതും പൂർണ്ണ നഗ്നയായി. തുണി ഉടുക്കാൻ പറഞ്ഞിട്ട് പോലും അവൾക്ക് പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുകയെന്ന് അവൻ ചിരിയോടെ ഓർത്തു. എന്തായാലും അവളെ ഒന്ന് ഉണർത്തിയിട്ട് ബാക്കി കാര്യം. പെണ്ണിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണാൻ അവന് വല്ലാത്ത മോഹം തോന്നിപ്പോയി. ആമി, എഴുന്നേറ്റ് വന്നേ, നേരം വെളുത്തു കേട്ടോ. അർജുൻ പതിയെ അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി. വെറുതെ മൂളിക്കൊണ്ട് കിടക്കുവാണവൾ. ആമി, എടീ, നേരം എത്രയായി നോക്കിയേ. പെണ്ണെ, എഴുന്നേറ്റ് വാടി, കോളേജിൽ പോകണ്ടേ. അർജുൻ വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. എണീക്കാന്നേ. അവൾ ഒന്നുകൂടി അവനോട് ഒട്ടിച്ചേർന്നു വന്നു. കോളേജിൽ പോകണ്ടേ, നേരെ 8 മണി ആവാറായി. പിന്നെ 8 മണി, ചുമ്മാ നുണ പറയണ്ട കേട്ടോ. അവൾ അർജുനെ ഒന്ന് കണ്ണു ചിമ്മി നോക്കി. എഴുന്നേറ്റ് പോയിട്ട് എനിക്കൊരു കോഫി ഉണ്ടാക്കി വെക്കുക. ഞാനിന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇപ്പോൾ വരാം. അർജുൻ പുതുപ്പെടുത്ത് മാറ്റി സാവധാനം എണീറ്റു. അവൻ്റെ പിന്നാലെ ചിമ്മു എണീറ്റു. പെട്ടെന്നായിരുന്നു അവളുടെ ദേഹത്തു നിന്നും പുതപ്പൂർന്ന് താഴേക്ക് വീണത്. അയ്യേ നുറക്ക വിളിച്ചുകൊണ്ട് ചിമ്മു ഇരു കൈകളും അവളുടെ മാറിന് കുറുകെ പിണച്ചു വെച്ചു. അപ്പോഴാണ് തലേ ദിവസത്തെ സംഭവങ്ങൾ പോലും അവളുടെ ഉള്ളിലേക്ക് ഓടിയെത്തിയത്. എന്താമ്മി, എന്തു പറ്റി എന്ന് ചോദിച്ച് അർജുൻ കിടക്കയുടെ അരികിലേക്കിരുന്നു. വയറിൻ്റെ താഴേക്ക് പുതപ്പ് കിടപ്പുണ്ട്, ബാക്കി ഭാഗത്തൊന്നുമില്ല താനും. ചിമ്മു ആ പുതപ്പെടുത്ത് മേൽപോട്ട് വലിച്ചു കയറ്റി. അർജുനേട്ടൻ എണീറ്റ് പോയേ വേഗം, അവൾ പിറുപിറുത്തു. എന്തിന്? അവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവളെ നോക്കി. ഒന്ന് എണീറ്റ് പോയേ, ചുമ്മാ കൊഞ്ചിക്കൊണ്ടിരിക്കല്ലേ. അവൾ കണ്ണുരുട്ടിയത് കണ്ടതും അർജുന് പിന്നെയും ചിരി പൊട്ടി. ഇന്നലത്തെ സംഭവങ്ങൾ വലുതും നിനക്ക് ഓർമ്മയുണ്ടോ പെണ്ണെ? അർജുൻ ചിരിയോട് ചോദിച്ചു. ദേ, ഒന്ന് എണീറ്റ് പോയി കുളിച്ചേ വേഗം. ഇക്കുറി അവളുടെ ശബ്ദം തെല്ലൊന്നുയർന്നു. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം എന്താ? ഇന്നലത്തെ സംഭവങ്ങൾ വലുതും നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല. അവൾ മുഖം ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ നിന്നെ അതെല്ലാം ഓർമ്മിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പറയുന്നതിനൊപ്പം അർജുൻ ചിമ്മുവിൻ്റെ അരികിലേക്ക് നീങ്ങി വന്നിരുന്നു. ഇതെന്തിനാ നീ ഇതൊക്കെ ഇങ്ങനെ മൂടി പുതച്ച് വെച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രിയിലെ ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ തുണി ഉടുത്തു വന്ന് കിടക്കാൻ പറഞ്ഞത്? അപ്പോഴില്ലാത്ത നാണം എന്തിനാ പെണ്ണേ? അർജുൻ അവളുടെ പുതുപ്പ് പിടിച്ച് താഴേക്ക് മാറ്റാൻ തുടങ്ങിയതും ചിമ്മു അവനെ തള്ളി മാറ്റിയിട്ട് പുതുപ്പും വാരിച്ചുറ്റി വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. അവളുടെ ഓട്ടവും പോക്കും കണ്ട് അർജുൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വാഷ്റൂമിൽ ചെന്ന് ഷവർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഐഡിയിൽ കയറി നിൽക്കുവാണ് ചിമ്മു. തണുപ്പും കുളിരും അവൻ്റെ പ്രണയത്താൽ പൊഴിയുന്ന ഒരു നീറ്റിലുമൊക്കെ കൂടി വല്ലാത്തൊരു സുഖമാണ് അവൾക്ക് തോന്നിയത്. ഒപ്പം അതുവരെ ഇല്ലാത്തൊരു നാണവും. ആ നാണത്തിന് വല്ലാത്തൊരു തരം പുതുമ നിറഞ്ഞിരുന്നു. അവളുടെ ചൊടികളിൽ വശ്യമായൊരു ചിരി വിരിഞ്ഞു. ആമി, കഴിഞ്ഞില്ലേ? പെട്ടെന്ന് പുറത്തു നിന്നും അർജുൻ വിളിച്ചു. താ വരുന്നു, കഴിയാറായി. അവനോട് പറഞ്ഞ ശേഷമാണ് ചിമ്മു ശരിക്കും കുളിക്കാൻ തുടങ്ങിയത്. PS സോപ്പൊക്കെ പതപ്പിച്ച് കുളിപ്പിച്ച ശേഷമാണ് അവൾ ഞെട്ടിപ്പിക്കുന്ന ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഉടുത്തു മാറാൻ ഒന്നും എടുത്തിട്ടില്ല, തല തോർത്താൻ ഒരു തോർത്ത് പോലുമില്ല. ശോ, കഷ്ടം. അവളാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥയിലുമായി. അർജുനെ വിളിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർക്കുമ്പോൾ പെണ്ണിനാകെ കൂടി ഒരു സ്തംഭനം. എന്ത് ചെയ്യണമെന്നറിയാതെ നഖം കടിച്ചുകൊണ്ട് പെണ്ണവൾ ആ വാഷ്റൂമിലെ ചുവരിൽ ചാരി നിന്നു. ശോ, എൻ്റെ ഭഗവാനെ, സമയം പോകൂല്ലോ.
എന്താ ഇപ്പം ചെയ്യുക? പിന്നെയും ചിമ്മു വാഷ്റൂമിൽ നിന്ന് താളം ചവിട്ടുകയാണ്. ആമി, ദാ വരുന്നു, ഒരു 5 മിനിറ്റ്. ആ, പെട്ടെന്നാവട്ടെ പെണ്ണേ, നേരം പോകുന്നു. വരുവാ. 2 മിനിറ്റ് കഴിഞ്ഞ് ചിമ്മു പതിയെ ഒന്ന് വാതില് ഇത്തിരി തുറന്നു നോക്കി. തല മാത്രം വെളിയിലേക്കിട്ടു. അർജുനോട് ഇല്ലെന്ന് മനസ്സിലാക്കിയതും ചിമ്മു പെട്ടെന്ന് തന്നെ ആ ബെഡ്ഷീറ്റ് ചുറ്റി ഇറങ്ങി വന്നു. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പാഞ്ഞു പോയി. ആ, സൂക്ഷിച്ചു പോടി. എവിടെങ്കിലും നടുതല്ലി കിടന്നാലേ ഞാൻ നല്ല പെടവെച്ച് തരും കേട്ടോ. അർജുൻ ഉച്ചത്തിൽ ശാസിക്കുന്ന കേട്ട് ചിമ്മു ഡോറടിച്ച് ലോക്ക് ചെയ്തു. ഓ, ഇങ്ങനൊരു പെണ്ണ്! അർജുൻ തലയിൽ കൈവച്ചു. അർജുൻ ഫ്രഷായി ഇറങ്ങി വന്ന നേരം കൊണ്ട് ചിമ്മുവും കോളേജിൽ പോകാൻ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിമ്മു ആലോചനയോടെ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തേ? അവളുടെ നോട്ടം കണ്ടതും അവൻ ചോദിച്ചു. അതെ ഏട്ടാ, ഇന്ന് ഹന്നെ അവന്തികയും എന്നോടെന്തെങ്കിലും ചോദിക്കുമാവോ? എന്ത് ചോദിക്കും? അല്ല, ഇന്നലെ കിസ്സിങ് എന്തെങ്കിലും നടന്നോന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? നീ എന്തു പറയും? അത് നിനക്കല്ലേ അറിയൂ. അർജുൻ നോക്കിയതും ചിമ്മു വീണ്ടും ആലോചന തന്നെ. എല്ലാം കഴിഞ്ഞു എന്ന് പറയാല്ലേ, പിന്നെ ഇനി ശല്യം ചെയ്യാൻ വരില്ലല്ലോ. അവളത് പറഞ്ഞു കഴിഞ്ഞതും അർജുൻ ചാടി എണീറ്റു. ഒരൊറ്റ കീറു വെച്ച് തെരിഞ്ഞാൻ. പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അവൻ ശബ്ദമുയർത്തിയതും ചിമ്മു വിരണ്ടുപോയി എന്നതാണ് സത്യം. സോറി ഏട്ടാ, ഞാൻ പെട്ടെന്ന്. എന്തോന്ന് സോറി? വിവരമില്ലാതെ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ആ കോളേജിൽ പോലും കാല് കുത്തില്ല കേട്ടോ. ഏട്ടനെ ഒരു മരങ്ങോടനായിട്ട് അവർ കണ്ടേക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. സോറി. എന്നെ എങ്ങനെ വേണേലും കണ്ടോട്ടെ, അതൊന്നും എൻ്റെ രോമത്തിൽ പോലും ഏൽക്കില്ല. നീ തൽക്കാലം ഒന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചിമ്മു തലയിളക്കി. ആമി, നീ കുറച്ച് വകതിരിവോടെ പെരുമാറിക്കേ, അല്ലാണ്ട് വെറുതെ ചിലച്ച് നിൽക്കല്ലേ. നിനക്കിത്രയും പ്രായമായില്ലേ? അർജുൻ വീണ്ടും ഗൗരവത്തിൽ പറഞ്ഞു. എൻ്റെ ഏട്ടാ, ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുമെന്നല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇന്നലെ ആദ്യമായിട്ട് കഴിഞ്ഞു എന്ന് മാത്രം. അത് ഏട്ടൻ ഇന്നലെ ഒരു കിസ് പോലും തന്നില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടാ. ഏട്ടനെ കൊച്ചാക്കിയല്ലോ എന്ന് എനിക്ക് തോന്നി, അല്ലാണ്ട് മറ്റൊന്നും കരുതല്ലേ. ഞാൻ കൂടുതലൊന്നും കരുന്നില്ല. പിന്നെ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഇരുന്നോട്ടെ. നീയായിട്ടത് തിരുത്താനൊന്നും പോകരുത്, കേട്ടല്ലോ? കേട്ടു. എന്തായാലും പൊട്ടത്തരമൊന്നും വിളമ്പാതെ എന്നോട് നേരിട്ട് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായേനെ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്ന കാര്യമില്ലേ അർജുനേട്ടാ? ഏട്ടനിങ്ങനെ ഡെസ്പാവൊന്നും വേണ്ടെന്ന്. ദേ ആമി, കൈവീശ്വരണം പൊട്ടിച്ചാലുണ്ടല്ലോ. അർജുനങ്ങോട്ട് വിറഞ്ഞു കയറി. ആമി കൊച്ചാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലാണിരിപ്പ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്. ഇപ്പോഴീ കാര്യത്തെക്കുറിച്ച് അർജുനോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ ഹന്നയോട് പറഞ്ഞു പോയേനെ. ഡീ, വീണ്ടും ഓരോന്ന് ആലോചിക്കാതെ നീ എണീറ്റ് പോകാൻ നോക്ക്. സമയം ഒരുപാടായി. ആമി കഴിച്ച പ്ലേറ്റ് എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചു. എല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് അർജുനും ചിമ്മു കോളേജിലേക്ക് പുറപ്പെട്ടു. ആ സീനിയർ പയ്യൻ വന്നിട്ട് നിന്നോട് ഇന്നലെ എന്താ അമ്മി പറഞ്ഞത്? അത് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് അർജുന കാര്യം ഓർത്തത്. ഓ, അത് വലിയ കാര്യമൊന്നും ഇല്ല ഏട്ടാ, അവൾ ഉദാസീന ഭാവത്തിൽ പറഞ്ഞു. എന്നാലും ഒരു കാര്യം ഇല്ലാണ്ടാണോ അവൻ ഒന്നും മിണ്ടിയത്? ആ, ഒരു ചെറിയ കാര്യമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ സ്മൂത്തായിട്ട് ഡീൽ ചെയ്തു. ചിമ്മു ഒന്ന് പുഞ്ചിരിച്ചു. നീ കാര്യം പറയാമീ. അർജുൻ്റെ നെറ്റി ചുളിഞ്ഞു. ഓ, ആ ചേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന്. വെറും ഇഷ്ടമല്ല, പെരുത്തിഷ്ടം. എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളി ഫ്ലാറ്റായിന്ന്. അത് കേട്ടതും അർജുൻ്റെ കണ്ണുകൾ കുറുകി, കവിളും മുഖവുമൊക്കെ വിറച്ചു. പല്ല് ഞെരിച്ചുകൊണ്ടവൻ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയി. എന്നിട്ട് നീ അവനോട് എന്തു പറഞ്ഞുവെന്ന് അർജുൻ ചിമ്മുവിനോട് വീണ്ടും ചോദിച്ചില്ല. അപ്പോഴേക്കും അവൻ്റെ ദേഷ്യം എത്രത്തോളമാണെന്ന് ചിമ്മു ചിന്തിച്ചു. അതേ ഏട്ടാ, അപ്പോഴേക്കും ദേഷ്യമായൊന്നേ. ഇങ്ങനൊരു മനുഷ്യൻ. അവൾ നെറുകയിൽ കൈവച്ചു. മിണ്ടാതിരിക്കാമീ. അർജുൻ അലറി. ഇതെന്താ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്?
പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കാട്ടോ. അതിനും അർജുൻ മറുപടിയൊന്നും കൊടുത്തില്ല. ഏട്ടാ, അതേ, ഞാൻ അയാളോട് എന്തു മറുപടി പറഞ്ഞെന്ന് ഏട്ടനെന്താ ചോദിക്കാത്തത്? അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അതുകൊണ്ട് നീ എന്തു പറഞ്ഞെന്ന് എനിക്കിപ്പോൾ തൽക്കാലം അറിയേം വേണ്ട. ഓഹോ, അപ്പോഴേക്കും വലിയ പുള്ളിയായോ? ആമി അടക്കി ചിരിച്ചു. ആ ചേട്ടനൊരു പാവമാണ്. എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിക്കാണും. ഞാൻ അത്രയ്ക്ക് സുന്ദരിയല്ലേ, അതുകൊണ്ടാന്നേ. അതിനേട്ടനിങ്ങനെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. നീ സുന്ദരിയാണെന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അത് മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ? അർജുനേട്ടനൊഴികെ എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ ആരാധകരിങ്ങനെ എന്നെ കാണുമ്പോൾ ഒന്ന് പൊതിയുന്നത്. എന്താ ചെയ്യുക, ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. അവൾ സ്വയം നെറ്റിയിൽ തൻ്റെ കൈകൊണ്ടൊന്നടിച്ചു. ഇനി എൻ്റെ ആരാധകരോടൊക്കെ ശാന്തരാകാൻ പറയണം. ഇല്ലെങ്കിലേ അർജുനേട്ടൻ അവരെ എല്ലായിടത്തും പഞ്ഞിക്കിടും. പാവം എൻ്റെ കുട്ടികൾ. അർജുനെ ഇളക്കാൻ വേണ്ടി അവൾ പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അർജുൻ ഒരക്ഷരം പോലും പിന്നീട് അവളോട് സംസാരിച്ചില്ല താനും. കോളേജിലെ എൻട്രൻസിലേക്ക് അർജുൻ കാറ് കയറ്റി. കുട്ടികളിൽ പലരും കാറ് വരുന്നത് കണ്ടു. ചിമ്മു അർജുൻ്റെ കൂടെ ഇരുന്ന് വരുന്നത് കണ്ടതും ചിലർക്കൊക്കെ നെറ്റി ചുളിഞ്ഞു. ഓ, ഞാൻ മുമ്പിൽ കയറി ഇരുന്നതേ ആർക്കും അത്രയ്ക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ ഓരോരുത്തരുടെയൊക്കെ അർത്ഥം വെച്ചുള്ള നോട്ടം? അവൾ മുഖം വെട്ടിത്തിരിച്ചു. അതേ, നിനക്ക് മാത്രമല്ല ആരാധകരുള്ളത്, ഈ അർജുനും ഉണ്ടടി. വണ്ടി പാർക്കിങ്ങിലേക്ക് കയറ്റുമ്പോൾ അർജുൻ ചിന്മയെ നോക്കി. തുടരും. സപ്പോർട്ട് മറക്കല്ലേ. പനി ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ.